ഈ വട്ടം നാട്ടിൽ മാത്രമല്ല അല്ലേ, ബാംഗ്ലൂരും ചൂട് അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ ചൂട് കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് റെമഡീസ് നോക്കിയിരുന്നു. കാരണം എനിക്കിപ്പോൾ പ്രഗ്നൻറ്റ് ടൈം ആയതുകൊണ്ട് എൻ്റെ ബോഡി ടെമ്പറേച്ചർ പതിവിലധികം കൂടുതലായിരുന്നു കേട്ടോ. നോർമലി ബോഡി ടെമ്പറേച്ചർ ഉള്ള ഒരു ശരീരമാണ് എൻ്റെ. കൈയൊക്കെ തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം എപ്പോഴും ചൂടാണ്. അതിനെക്കാട്ടും ഡബിൾ ആയിരുന്നു എനിക്കിപ്പോൾ. അപ്പം ഞാൻ കണ്ട ഇവിടെ ബാംഗ്ലൂരിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ്, ഉണ്ടാക്കുന്നൊരു സംഭവമാണ് റാഗി പൊതുവേ ശരീരത്തിന് തണുപ്പ് തരുന്ന ഒരു സാധനമാണ്. നമ്മൾ മലയാളികൾ കുറച്ച് കുറവ് കുട്ടികളായിരിക്കുമ്പോൾ കഴിക്കുന്നതല്ലാതെ പിന്നെ വലുതാവുമ്പോൾ ആരും അങ്ങനെ റാഗിയോട് അത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ റാഗി അത്രയും ശരീരത്തിൽ തണുപ്പ് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റാഗി അമ്പിളി, അതായത് കർണാടക സൈഡിലൊക്കെ റാഗി അമ്പിളി എന്ന് പറയും, ഈവൻ തമിഴ്നാട് സൈഡിൽ കൂള് എന്നൊക്കെ പറയും. ആ ഒരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഭയങ്കര സിമ്പിളാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിതിപ്പോൾ ഒരു കുഞ്ഞ് ഗ്ലാസ്സിന് റാഗി എടുത്തിട്ടുണ്ട്. ഇത്രയും വേണമെന്നൊന്നുമില്ല, ഓരോ ഗ്ലാസ് ആവശ്യമുള്ളവരാണെങ്കിൽ 2 സ്പൂൺ എടുത്താൽ മതി. അതിലേക്ക് ഞാനൊരു 4 കപ്പ് അളവിനുള്ള കപ്പിൻ്റെ 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. അതിന് കൂടാതെ ഞാനിപ്പോൾ ചെറിയൊരു സവോള അല്ലെങ്കിൽ ചെറിയുള്ളി, സവോള എടുക്കുന്നതായിരിക്കും നല്ല. ഒരു സവോള അരിഞ്ഞത്, പച്ചമുളക്, മല്ലിയില, ജീരകം, ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, റാഗിയുടെ ബെനിഫിറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒന്നാമത്തത് നമ്മുടെ ശരീരം തണുപ്പിക്കാൻ പറ്റുന്ന വലിയൊരു സംഭവമാണ്. പിന്നെ ഗ്യാസ്ട്രിക് സംബന്ധമായ അസുഖങ്ങൾക്കും പിന്നെ സ്കിൻ കെയറിന് നല്ലതാണ്. നമ്മൾ റെഗുലറായിട്ട് കുടിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നന്നാവും എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ മറ്റേ ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് റാഗി കഴിക്കുന്നത്. പ്രോട്ടീൻ്റെയും ഫൈബറിൻ്റെയും സോഴ്സ് ഒരുപാട് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ കാൽസ്യം റിച്ച് ആണ് റാഗി എന്ന് പറയുന്നത്. നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ഫുഡ് എന്ന് പറയുന്നത് റാഗി തന്നെയായിരിക്കും. കാരണം അത്രയും ഹെൽത്തിയാണ്. ഇവൺ അവർക്ക് ശരീരം തണുപ്പ് നൽകാനും നല്ലതാണ്. ഇവൺ ഞാൻ ഈ സമയത്ത് കുടിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ശരീരമൊക്കെ നല്ല തണുപ്പായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ചൂടെടുത്തിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. 2 ദിവസം റെഗുലറായിട്ട് കുടിച്ചപ്പോൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു. രാത്രി കിടക്കുമ്പോഴും കുടിക്കാം, അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. ഇവൻ ഇത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി. ഇവൻ കുറച്ച് തണുപ്പിച്ച് ഫെർമെൻറ്റ് ചെയ്തിട്ട് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. തലേദിവസം ഉണ്ടാക്കി വെച്ച് ഫെർമെൻറ്റ് ചെയ്ത് ചെയ്യുന്നവരും ഉണ്ട്. ഇതിങ്ങനെ കലക്കി ഇളക്കി വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ ഉപ്പിടുകയാണ്. ആവശ്യാനുസരണം ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാനിതിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യണം. ഇത്തിരി അടി കട്ടിയുള്ള പാത്രം എടുക്കുക. ഇത് എനിക്ക് ശ്രീയാൻ്റെ കുഞ്ഞിലുള്ള കുറുക്ക് കാച്ചുന്ന പാത്രം തന്നെയാണ്. ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഇവൻ ഞാനും യൂട്യൂബ് നോക്കിയിട്ടാണ് തന്നെയാണ് കേട്ടോ ചെയ്തത്. പക്ഷേ സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഞാൻ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഈ നാട്ടിലൊക്കെ ചൂട് കൊണ്ട് ഇങ്ങനെ സഹിക്കാതിരിക്കണം. റാഗിയൊക്കെ എല്ലാവരുടെയും അവൈലബിൾ ആണ്. ഞാനിത് പക്ഷേ നോർമൽ നമ്മൾ റാഗി ചെയ്തുണ്ടാക്കിയതല്ല, കുതിർത്തിട്ടൊന്നും ഉണ്ടാക്കിയതല്ല. ചെക്കൻ്റെ സമയത്തൊക്കെ കുതിർത്തൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇത് ഞാൻ പൗഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. അരറൂട്ട് പൗഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇതിപ്പോൾ ഇങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുക. ഇവൻ നിങ്ങൾ വീഡിയോസിൽ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലോയിങ് സ്കിന്ന് കിട്ടാൻ റാഗിയൊക്കെ ഒരുപാട് നല്ലതാണെന്ന്. അപ്പോൾ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഒരു വീക്ക്ലി 2 ടൈംസ് എങ്കിലും റാഗി കൊണ്ടുള്ള ഡിഷ് നമ്മൾ കഴിക്കാൻ നോക്കുക. ഇവൻ പ്രഗ്നൻസി ടൈമിലും നല്ലത് തന്നെയാണ്. ഞാൻ കഴിച്ചതും സേഫാണ്. കാരണം റാഗി കഴിക്കാനൊക്കെ പ്രിഫറബിൾ ഫുഡ്സിൽ പറയുന്നുണ്ട്, ഹെൽത്തിയാണ്. ഇപ്പോൾ റൈസ് ഇല്ലെങ്കിൽ റാഗി കഴിക്കാനാണ് പറയുന്നത്. അങ്ങനെ ഇത് കൊഴുത്ത് വരുന്നുണ്ട്. ഇപ്പം ഞാൻ ചെയ്തത് അത് കലക്കി വെച്ച് കുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടയിൽ ഒരു ആവശ്യാനുസരണം ഉപ്പ് ചേർത്തു കുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ ഏകദേശം തിക്കായി വന്നു. ഇനിയും തിക്കാവണമെങ്കിൽ തിക്കാക്കാം. ഇവിടെ ബാംഗ്ലൂരൊക്കെ താമസിക്കുന്നവർക്ക്, മലയാളികൾക്ക് അറിയാം, ബാംഗ്ലൂർ താമസിക്കുന്ന മലയാളികൾക്ക് റാഗി മുദ്ദയെന്ന് പറയും. ഇങ്ങനെ ഉരുട്ടിയെടുക്കും അവർ. ശരിക്കും പറഞ്ഞാൽ അത് നോൺ വെജിൻ്റെ കൂടെയൊക്കെ കഴിക്കും അവർ. അതവർക്കൊരു ഫേവറേറ്റ് ഡിഷാണ്. ശരീരത്തിന് ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത്. ചിലവർക്ക് അതൊന്നും അത്രയ്ക്ക് ഇഷ്ടാവില്ല കേട്ടോ. പക്ഷെ കാണുമ്പോൾ തന്നെ കുറച്ച് ചിലർക്ക് കഴിക്കാൻ തോന്നില്ല. പക്ഷെ അത്രയും ഹെൽത്തി ആണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇത് മെയിനായിട്ട് കഴിക്കും. ഇപ്പോഴും കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനിത് കുറുക്കിയ സംഭവത്തെ കുറച്ച് ആറിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ആ മാറ്റിയതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു 3-4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് നല്ലോണം മിക്സ് ചെയ്യുകയാണ് ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. ചിലർ ഇങ്ങനെ കലക്കിയിട്ട് ഇതിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് ചെയ്യുന്നത് കാണുന്നുണ്ട്, ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കുറുക്കിയിട്ട്. ഇത് ഞാൻ വേറൊരു പ്രൊസീജിയറിലാണ് ചെയ്തത്. ആദ്യം വേവിച്ച്
കുറുക്കിയെടുത്ത് പിന്നെയും തിക്ക് ചെയ്യും. ചിലർ കൂടുതൽ കേർഡ് ഒഴിച്ച് ചെയ്യും. ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് ഇങ്ങനെ ഈ ഒരു പരുവത്തിലാക്കിയിരിക്കുകയാണ്. അതിലേക്ക് ഞാനിനി അടുത്തത് ചെയ്യാൻ പോകുന്നത് നല്ല കട്ട തൈരാണ് ഒഴിക്കാൻ പോകുന്നത്. പുളിപ്പുള്ള തൈര് ഒഴിക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് അന്ന് കിട്ടിയത്. അതുകൊണ്ട് ഇത്തിരി പുളിപ്പ് കുറവായിരുന്നു. ഞാൻ വീട്ടിൽ ഒഴിക്കൽ കുറച്ച് കുറവാണ്. എനിക്ക് അത് സെറ്റ് ആവാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് നല്ലോണം 3-4 കുമ്പിളോളം എടുത്തിട്ട് ആ കയ്യിലിൻ്റെ ഒരു അളവിലെടുത്തിട്ട് നല്ലോണം ചേർക്കുന്നത് നല്ലോണം തണുപ്പാണല്ലോ, അത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും പിന്നെ കറുവേപ്പിലയല്ല മല്ലിയിലയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുകയാണ്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ചെറുതാക്കി കുനുകുനെന്ന് അരിഞ്ഞു കൊടുക്കാവുന്നതാണ്. എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2-3 ചേർക്കാവുന്നതാണ്. കാരണം ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റ് വരില്ല. പിന്നെ വന്നിട്ട് ചില വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അവർ വന്നിട്ട് ഈ വേവിക്കുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ ഈ വേവിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ റാഗി കുറുക്കുമ്പോൾ തന്നെ സവോളയും പച്ചമുളകും ഇട്ട് അതിനെ കുറുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ജീരകവും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനെ ഞാൻ എന്നിട്ട് നല്ലോണം ഒന്ന് ഒരു കടക്കോല് വെച്ചിട്ട്, അതായത് നമ്മൾ ഈ തൈരൊക്കെ കടയുന്ന സംഭവം വെച്ചിട്ട് ആ തൈരൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടി കടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്പൂൺ ഇട്ടിട്ട് ആക്കുമ്പോൾ ശരിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും ഓത്തൻറ്റിക് വേ എന്ന് പറയുന്നത് ഈ റാഗിയെ കുറുക്കി കലക്കി വെച്ച് തലേദിവസം 8 hours ഫെർമെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ രാവിലെ വെച്ച് വൈകുന്നേരം ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെയൊന്നും ട്രൈ ചെയ്തില്ല. എന്നിട്ടും ഭയങ്കര ബെറ്ററായിരുന്നു. ചിലപ്പോൾ 8 മണിക്കൂറൊക്കെ വെച്ച് ചെയ്താൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതൽ ഉണ്ടാവുമായിരിക്കും. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ കലക്കി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ചെറുതായിട്ടൊന്ന് തടുക്ക കൊടുക്കുകയാണ് ഞാൻ. അതായത് നമ്മൾ കടുക് പൊട്ടിക്കുകയാണ്. അത് വേണമെങ്കിൽ ഓപ്ഷനിലാണ്, ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ജീരകവും കടുകും പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഈ കലക്കി വെച്ചിരിക്കുന്ന റാഗി അമ്പിളിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഇളക്കുക. എന്നിട്ട് കുറച്ച് നേരം കൂടെ ഞാനൊന്ന് തണുക്കാൻ വേണ്ടി വെച്ചു. കാരണം പിന്നെയും ഞാൻ ചൂടാക്കിയതല്ലേ, അതുകൊണ്ട് തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഗ്ലാസ്സേ കുടിച്ചുള്ളൂ കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയുമാണ്. ഇവിടെ വയസ്സായ ആൾക്കാരൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിരിക്കും. കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് കഴിച്ചാൽ മതി രാത്രിയൊക്കെ. ഈവൻ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ബെനിഫിറ്റാണ്. ഈവൻ പ്രഗ്നൻ്റ് ആയ ഞാൻ യൂസ് ചെയ്തിട്ട് പോലും എനിക്ക് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഉണ്ടായത്. എസ്പെഷ്യലി ചൂട് കുറയ്ക്കാൻ സഹായിച്ചു എന്നുള്ളതാണ്. ഈ ഒരു ഡിഷ് നിങ്ങൾ വീട്ടിൽ എന്തായാലും ഈ സമ്മർ സീസണിൽ ട്രൈ ചെയ്ത് നോക്കണം. പറഞ്ഞറിയിക്കാൻ അത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ്. ഇനിയും നല്ല പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരുപാട് ഡിഷസായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ട് ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈവൻ ഫേസ്ബുക്ക് പേജും ഉണ്ട്, ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. പറ്റുന്നതുപോലെ എല്ലാവരും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.